ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. എന്താ സ്വാമി, സുഖം തന്നെയല്ലേ? ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോണു. എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? ഒരു വിവരം പറയാനാ. അത് കേൾക്കുമ്പം തങ്കച്ചിക്ക് ചെറിയൊരു വിഷമം ഉണ്ടാവും. താൻ പറയ്, കേൾക്കട്ടെ. നമ്മുടെ അക്ഷര ഹോസ്പിറ്റലില്ലേ, അത് ഉടനെ തുറന്ന് പ്രവർത്തിക്കും എന്ന് തന്നോട് ആര് പറഞ്ഞു? ആര് പറഞ്ഞാലും അങ്ങനെ സംഭവിക്കുന്നുള്ളതാണല്ലോ പ്രധാനം. അപ്പൊ കടങ്ങളോ? എത്ര രൂപയാ ആ ഹോസ്പിറ്റലിന്റെ പേരില് തന്റെ ജയശങ്കർ സാറിന് കടം എന്നറിയാമോ? അത് എത്രയായാലും ജയശങ്കർ സാർ അത് വീട്ടു. എങ്ങനെ വീട്ടാനാടോ? ജയശങ്കർ നോട്ടടിക്കുന്ന പ്രസ് വല്ലത് വാങ്ങിയോ? അത് വാങ്ങാനും വേണല്ലോ കാശ്. വിഷം വാങ്ങി തിന്നാൻ പോലും അയാളുടെ കയ്യിലൊരു നയാ പൈസ ഇല്ലല്ലോ. പിന്നെയാ കടം വീട്ടാൻ പോകുന്നു. സ്വാമി, താ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ ചിരിപ്പിക്കല്ലേ. സാറിന്റെ വീട് തങ്കച്ചി ബലമായിട്ട് സ്വന്താക്കി. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവിടെ കയറി താമസിക്കാൻ പറ്റിയോ? വീട്ടിൽ നിന്ന് ജയശങ്കർ സാറിനെ ഇറക്കി വിടുമ്പം തങ്കച്ചി വിചാരിച്ചിരുന്നു ഏറ്റവും അടുത്ത ദിവസം തന്നെ ജയശങ്കർ സാർ ആ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു? തങ്കച്ചിക്ക് തരാനുള്ള കാശ് കിട്ടിയിട്ടാണോ തങ്കച്ചി ആ വീട് വിട്ടുകൊടുത്തത്? അതേപോലെ പല അത്ഭുതങ്ങളും ഇനിയും നടക്കും തങ്കച്ചി. ഇപ്പൊ കാറ്റ് സാറിന് അനുകൂല. നമുക്ക് കാണാം. വീടിന്റെ കാര്യത്തിൽ എനിക്കൊരു അബദ്ധം പറ്റി. ആർഡിയോ വിളിച്ചപ്പോ ചർച്ചയ്ക്ക് പോവാതിരുന്നാ മതിയായിരുന്നു. അപ്പൊ കേസ് നേരെ കോടതിയിലെത്തിയന്. ആ മണ്ടത്തരം എന്തായാലും ഇനി സംഭവിക്കില്ല, പ്രത്യേകിച്ചും ഹോസ്പിറ്റലിന്റെ കാര്യത്തിലും. ശ്രമിക്കാവുന്നതിന്റെ പരമാവധി ശ്രമിക്കാൻ പറ തന്റെ സാറിനോട്, ഹോസ്പിറ്റൽ തിരിച്ചു പിടിക്കാൻ വേണ്ടി. നമുക്ക് നോക്കാം ജയശങ്കറിന് അത് സാധിക്കുന്നുണ്ടോ. നോക്കാം. എന്നാ വരട്ടെ തങ്കച്ചി. ഓം ശാന്തി. ശാന്തി ശാന്തി. ആഹാ, ഈ വഴിയൊക്കെ അറിയാമോ ദേവിക്ക്? എത്ര നാളായി കണ്ടിട്ട്? സമയം കിട്ടണ്ടേ മാഡം? വാ വാ, കേറിയിരിക്കെ. അല്ല, ഭക്ഷണം കഴിച്ചതാണോ? ഇല്ലെങ്കിൽ കഴിക്കാം. ഇല്ല, കഴിച്ചിട്ടാ വന്നത്. കല്യാണത്തിന് സമ്മതിച്ചല്ലേ? അതേതായാലും നന്നായി. സിദ്ധുവിന് പെർഫെക്റ്റ് മാച്ചാണ് ദേവിക. അല്ല, ഈ ഹൃദയം മാറ്റി വെച്ചവർക്കൊക്കെ കല്യാണമൊക്കെ കഴിക്കാൻ പറ്റുമോ? പിന്നെന്താ, അയാൾക്ക് മറ്റാരെയും പോലെ നോർമൽ ജീവിതം ജീവിക്കാം. കല്യാണം മാത്രല്ല സർ, വേറൊരു വിശേഷം കൂടിയുണ്ട്. ഞാനൊരു ചെറിയ ബിസിനസ് തുടങ്ങാൻ പോവാ. തുണിയുടെ. എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരിക്കണം. അത് പിന്നെ ഇല്ലാതിരിക്കോ? ഡേറ്റ് പറഞ്ഞാ മതി. ഈ വീട്ടിലെ എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് ആദ്യത്തെ ദിവസം തന്നെ ഞാൻ പർച്ചേസ് ചെയ്തേക്കാം. അത് മതി മാഡം. ആ, 100 ആയിസാ സിദ്ധു വിളിക്കുന്നേ. പറഞ്ഞോട്ടെ ദേവിയോടുണ്ടെന്ന്. ആ സിദ്ധു, നല്ല നേരത്താ സിദ്ധു വിളിച്ചത്. ഭാവി ഭാര്യ ഇവിടെ വന്നിട്ടുണ്ട്. ആണോ? എന്താ പ്രത്യേകിച്ച്? ബിസിനസിന്റെ കാര്യം പറയാൻ വന്നതാ. അത് പറഞ്ഞു തീർന്നില്ല. അതിനു മുന്നേ ഞങ്ങൾ നല്ല ഓർഡറും കൊടുത്തു കഴിഞ്ഞു. എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചോ, ഞാൻ പിന്നെ വിളിച്ചോളാം. സിദ്ധു, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ഏയ് ഒന്നുമില്ല. ശരി, ഞാൻ വിളിക്കാം. ഞാൻ വെക്കുവാണേ. സർ, നമസ്കാരം. എന്താ പതിവില്ലാതെ ഈ വഴിക്ക്? ഞാൻ ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ പോവാ. അപ്പൊ സാറിന്റെ അനുഗ്രഹം എനിക്ക് വേണം സർ. അതങ്ങനെ പ്രത്യേകിച്ച് പറയണോ? എല്ലാം ഭംഗിയാവും, വിജയിക്കും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം.
ഒരാൾക്കും കടം കൊടുക്കരുത്. ബന്ധുക്കൾ, കൂട്ടുകാർ, പരിചയക്കാർ, അങ്ങനെ പലരും വരുമ്പോഴേ അതിനൊന്നും നിന്നു കൊടുക്കരുത്. എൻ്റെ സ്വന്തം ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാഠങ്ങൾ ഇതൊക്കെ പാലിച്ചാൽ ഗുണപ്പെടും. ശരി സാർ, ഞാൻ പാലിക്കാൻ ശ്രമിക്കാം. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ സാർ. ശരി. കൺഗ്രാറ്റ്സ്. താങ്ക് യു. സസ്പെൻസ് നീണ്ടുപോയപ്പോ ഞാൻ വിചാരിച്ചത് ദേവിക ചേച്ചി സമ്മതിക്കില്ലെന്നായിരുന്നു. ഇത്രയും നല്ലൊരു ചെക്കനെ കിട്ടുമ്പോ തലയ്ക്ക് വെളിവുള്ള ഏതെങ്കിലും പെണ്ണ് വേണ്ടെന്ന് പറയൂ. ആ, എന്തേലും പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ. ഇനി കല്യാണം. ഞാൻ ഹാപ്പിയാണ്. ഈ സന്തോഷത്തിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് ചന്ദ്രയോടാ. ചന്ദ്ര മുൻകൈ എടുത്തില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. സിദ്ധേട്ടന്റെ ഉള്ളിലിരിക്കുന്ന ആ ഹൃദയമില്ലേ, ആ ഹൃദയത്തിനകത്ത് മുഴുവൻ ദേവിക ചേച്ചിയാണെന്ന് എനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാൻ പിൻവാങ്ങിയത്. ശ്രമിച്ചു നോക്കി, നടക്കാതായപ്പോ ക്വിറ്റ് ചെയ്തു. സാരമില്ല, ചന്ദ്രയ്ക്ക് എന്നെക്കാളും നല്ലൊരു പയ്യനെ കിട്ടും. എനിക്ക് വേണ്ടെങ്കിലോ? എനിക്ക് ഒറിജിനൽ തന്നെ വേണം. അതില്ലെങ്കിൽ പിന്നെ എനിക്ക് വേണ്ട. ഡ്യൂപ്ലിക്കേറ്റും വാങ്ങി പെട്ടിയും മടക്കി പോവാൻ ഞാൻ എന്തായാലും തയ്യാറല്ല സിദ്ധുവേട്ട. അതല്ലേ ഇനി പറ്റൂ? അതെ, അതേ പറ്റൂ. ആ, പിന്നെ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. മണവാളൻ അതൊന്ന് സാധിച്ചു തരണം. എന്താ അത്? താലി മുറുക്കാനുള്ള അവകാശമില്ലേ, അതെനിക്ക് തരണം. അത് സാധാരണ വരന്റെ സഹോദരിമാരല്ലേ ചെയ്യാറ്? അതെ, ഇവിടെ അത് പ്രേമിച്ചിയാ. അതെനിക്ക് തന്നാ സന്തോഷാവും. ചേച്ചി സമ്മതിക്കോ? സമ്മതിപ്പിക്കണം. നോക്കാം. അല്ല, ഇപ്പൊ തന്നെ വേണമെന്നില്ല.